Privacy needed with one push. Done. Streaming, meeting, creating. It's never been this simple. Insta360 Link 2 and 2C Pro. ഇതിന്റെ പ്രശ്നമുണ്ട്, കുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എത്ര രൂപ? ഈ കുണ്ടച്ചിവൻ എന്തൊക്കെയാ പറഞ്ഞത്? ആരുടെ കോണാത്തി കുത്താൻ നിനക്ക്? കുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നോ? അല്ല, അതിനകത്ത് ചാർജിങ് എന്തോന്നല്ലോ, അതെ ഒരു സി ടൈപ്പ് ഇവനൊന്നും എടാ നീ എങ്ങനെയാണ് ഇങ്ങനെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നേ? കുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നോ? പിന്നെ നിന്റെ അണ്ടിയിൽ ഞാത്തിയിട്ടാണ് അതിനകത്ത് എടുക്കുന്നേ. ജോക്കി ഇവനൊരു സാധനം പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് നമ്മളങ്ങ് വിശ്വസിക്കണം. ഒരു കുണ്ണ അറിയാത്ത പറയണേ ജോക്കി. ഇതിനിപ്പോ ഇൻട്രൊഡക്ഷൻ പ്രൈസ് 30,000 രൂപ. ഇവിടെ ലോക്ടെക്കാർ 28 രൂപ എടുത്തു തരാന്ന് പറഞ്ഞു. ലോക്ടെക്കാരോ എടുത്തു തരാന്ന് പറഞ്ഞവര് 28 അത്ര ഉള്ളല്ലേ? ഒരു മിനിറ്റ്, 28 രൂപയ്ക്ക് വർത്താണെന്ന് വെച്ചാ എടാ നീ അല്ല എന്ത് അടിസ്ഥാനത്തിൽ അടക്കണ ഇത് കുത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞേ. പിന്നെ ഇതിനകത്ത് എങ്ങനെ നിന്റെ അണ്ടി വഴിയോ? അതാ അവസാനത്തെ ആ ഒരു സി ടൈപ്പ് കാണിച്ച ഇനി ബാറ്ററിയിൽ ഓടുന്നതാണ്. ബാറ്ററിയിൽ ഓടുന്ന അല്ല, ബാറ്ററി ഓടുന്ന മൗസ് ഉണ്ടല്ലോ. അല്ല ഗൈസ്, കണ്ടോണ്ടിരിക്കുന്ന ആലോചിച്ച് നോക്കി. ഇവന്റെ വിവരം ഇവന്റെ ബുദ്ധി ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ബാറ്ററിയിൽ ഓടുന്ന വെബ്കാം ഒന്ന് 10 ഫെയില്. ഇതിന്റെ ഔട്ട്പുട്ട് വരണ്ടേടാ ഇതിന്റെ PC-ക്കകത്ത്. നിന്റെ ഈ താളങ്ങൾ ഞാൻ ഇനി ഒരിക്കലും എൻകറേജ് ചെയ്യത്തില്ല. നിന്നെ ഞാൻ ഇതുപോലെ താറ്റിട്ടേ പോകത്തുള്ളൂ. നീ അറിയാത്തതിനെ പറ്റി പറഞ്ഞാൽ നിന്നെ ഈ താറ്റി ഞാൻ ഇതുപോലെ. ഒരു സംശയമില്ല. അവൻ മറ്റേ ലോകമാനന്ദ ടെക് പ്രോ വന്നിരിക്കണല്ലോ. ഇവനൊരു കള്ളനാ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇവന്റെ കള്ളന് പെരും എടാ ഇത് രണ്ടും 4K റെസൊല്യൂഷൻ ആണ്. ഇമേജ് സെൻസർ 1.3 ഓട്ടോ ഫോക്കസ് ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഫീച്ചർ കൂടുതൽ. പക്ഷെ മറ്റേതിന് ഭയങ്കര കുറെ ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് ഇപ്പൊ ദുബായിന്ന് കിടക്കണ എത്ര രൂപയാവും? 10,000 രൂപയ്ക്കാണ് കിട്ടും. ദുബായ് ഇവിടെ നമ്മ പ്രോഡക്ട്സ് ഒന്നും വലിയ ഇല്ല. ഇപ്പൊ ദുബായിൽ ഇലക്ട്രോണിക്സ് ഒക്കെ റേറ്റ് കൂടുതലാ. ഈ യുദ്ധം നടക്കുന്നുണ്ട്, അവിടുന്ന് എടുക്കുന്ന ഇവിടെ നിൽക്കുന്ന സെയിം റേറ്റാ. അല്ല ഞാനിപ്പോ വിളിച്ച് ഞാനിപ്പോ 2-3 ഇലക്ട്രോണിക്സ് ഐറ്റംസ് വിളിച്ചിറക്കിയപ്പോഴത്തേക്ക് അതൊന്നും പറയല്ലേ, യുദ്ധത്തിനെ കാര്യം പറയല്ലേ. മിസൈൽ ഇടുന്നത് ഇവനാണെന്നൊക്കെ പറഞ്ഞു കളയും. അത്രയും വലിയ ബന്ധങ്ങളിലോട്ടൊന്നും പോരുത്. അല്ലല്ല, ഞാൻ കുറെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് മേടിക്കാൻ വിളിച്ചു ചോദിച്ചായിരുന്നു ഗെയിമിംഗ് റൂമിലേക്ക്. അല്ല വിളിച്ചു നീ എന്ത് മേടിച്ചു ഇടയ്ക്ക്? റീസെന്റ് എന്ത് ഇലക്ട്രോണിക് ഐറ്റംസ് മേടിച്ചു നീ ഒന്ന് പറഞ്ഞു കേൾക്കാം. റീസെന്റ് ഐഫോൺ മേടിച്ചു. ഞാൻ ലോഞ്ചിന്റെ അന്ന് തന്നെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 100 ഇലക്ട്രോണിക് സാധനം മേടിച്ചായിരുന്നു. എനിക്കില്ലാത്ത പ്രശ്നം എങ്ങനെയാണ് നീ ഈ ഐഫോൺ ഈ സമയത്ത് ഇപ്പൊ അല്ലല്ല നീ ഐഫോൺ എടുക്കുന്നതിനും 1 മാസം അല്ല, നീ ഐഫോൺ എടുത്ത് 1-2 മാസം കഴിഞ്ഞിട്ടാണ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. പിന്നെ എങ്ങനെയാണ് നീ എന്താ പറയണത്? അല്ല ലാസ്റ്റ് എടുത്തപ്പോഴേ അല്ല, ഇപ്പൊ ഞാൻ കുറെ സാധനങ്ങളെ ഗെയിമിംഗ് റൂമിലേക്ക് എടുക്കാനായിട്ട് നോക്കിയപ്പോഴാണ് റേറ്റ് കൂടുതൽ. അല്ലല്ല നിനക്ക് എന്ത് അൺഅവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു? എന്താ പറഞ്ഞത്? നീ ഗെയിമിംഗ് റൂമിലേക്ക് മേടിച്ച സാധനം ഇല്ലടാ ഡ്രീമർ, ഒരു മിനിറ്റ്. ഗെയിമിംഗ് റൂമിലേക്ക് നീ മേടിച്ച അൺഅവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞേ. നാനോ ലീഫ് നിനക്ക് നീ എവിടുന്ന മേടിക്കാൻ പോയ? ഏത് ഡീലറാന്ന് പറഞ്ഞു? ആരെ വിളിച്ചു ചോദിച്ചാ പറഞ്ഞേ? അല്ല 21,000 രൂപ 9 പീസിന് 21,000 രൂപ എന്താ പറഞ്ഞത്? ഞാൻ എടുത്തത് പിന്നെ എത്ര? 9 ലീഫിന് 19,000 20,000 രൂപ ഉണ്ട് ദുബായ് പോലും. പിന്നെ നിനക്ക് ഇവിടെ 5 രൂപയ്ക്ക് തരണോ? ഇവിടെ വലിയ വ്യത്യാസമൊന്നും ഇല്ലടാ. അതിന് മനസ്സിലായോ? വലിയ വ്യത്യാസം ഇല്ലല്ലേ? എടാ കണ്ണാപ്പി സത്യം പറഞ്ഞാലേ ജോക്കി ഇവനെ നമ്മൾ ഇനി 1 മണിക്കൂർ താറ്റിയാലും ഇവൻ സമ്മതിക്കത്തില്ല. ഇവൻ ഒരിക്കലും സമ്മതിക്കാൻ പോകണം, മനസ്സിലായ? കള്ളത്തരത്തിന്റെ ഫ്രണ്ടിൽ കള്ളത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവൻ. അവന്റെ ഫ്രണ്ടാണ് ഡീലർ ആരാന്ന് ചോദിച്ചപ്പോ ഫ്രണ്ടാണെന്ന്. എടാ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു അണ്ടി അറിയത്തില്ല എന്ന എല്ലാ അണ്ടി അറിയാന്ന് അത് കാണുമ്പോഴേ ദേഷ്യം വരുന്ന ജോക്കി. അങ്ങ് അറ്റ്ലീസ്റ്റ് സമ്മതിക്കും. അറിയത്തില്ല, ഒരു വിവരവും ഇല്ല ഒന്നിനെ കുറിച്ചും, എന്നിട്ടും എല്ലാം അറിയുന്ന കണക്കാണ് ഇരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നോളജൊക്കെ ഉണ്ടാ. എല്ലാം അറിയുന്നുള്ള ആരുണ്ട് ഏട്ടാ ഈ ലോകത്ത്? എടാ അളിയ എല്ലാം അറിയുന്നവരാരും ഇല്ലടാ. എന്തേലും ഒക്കെ അറിയണ്ടേടാ ജീവിക്കാൻ. എന്തേലും അത് അറിയണമെന്ന് ഞാൻ പറഞ്ഞില്ല അളിയ. നിനക്കൊരു കാര്യം അറിയത്തില്ലെന്ന് സമ്മതിച്ചാ പോരെ. ഇത് അങ്ങനെയല്ല.
ഇതിപ്പോ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഐശ്വര്യ റായെ പറ്റി പറഞ്ഞാൽ പറയും പണ്ട് എന്റെ കുഞ്ഞമ്മയുടെ മോളായിരുന്നു, ഇപ്പൊ പൈസ ആയപ്പോ അവർ ഉപേക്ഷിച്ചിട്ട് പോയി, അങ്ങനെ പറഞ്ഞു വരൂവൻ. കണ്ണാപ്പി പാവോ, നീയോ എന്തൊരു വിഷമം അവനൊക്കെ. ഇവനെ പറയുമ്പോ ഭയങ്കര വിഷമം വരും നിങ്ങൾക്ക് അല്ലേ? അല്ലടാ പ്രശ്നം അവരോട് നീ വിടാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഹേറ്റ് ആയി പോകും. കണ്ണാപ്പി അത് പറയല പ്ലീസ്. ഒന്ന് നീ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. കണ്ണാപ്പി സത്യം പറഞ്ഞോണ്ടല്ലോ കണ്ണാപ്പി, ഈ യുദ്ധം എങ്ങനെ ഈ ദുബായിയെ ബാധിക്കുന്ന നിനക്കറിയാവോ? അതെങ്ങനെയാന്ന് പറഞ്ഞ കണ്ണാപ്പി. ഷിപ്മെന്റ് ഡിലേ ഉണ്ട്. എങ്ങനെ? ഹെർമസ് അല്ലടാ, ഹെർമസ് അല്ല യൂട്രസ്. അമേരിക്കയും ഇറാനും തമ്മിൽ വാറുണ്ടാവുമ്പോ എങ്ങനെയാണ് ദുബായ് പോലത്തെ രാജ്യങ്ങളെ ബാധിക്കുന്നത് എന്നാണ് എന്റെ അടുത്ത് ചോദിച്ചത്. നമുക്കറിയാവേണ്ട, എങ്ങനെയാ എന്നറിയെങ്കിൽ പറ. നമുക്ക് എങ്ങനെയാണ് ലൈവിലൊന്ന് പറയാം. നമ്മൾ ഈ യുദ്ധത്തെ പറ്റി പൊളിറ്റിക്സ് പരമായിട്ടൊന്നും ഞാൻ ലൈവ് പറയാം. അല്ലടാ, പൊളിറ്റിക്സ് പരമായിട്ട് ഞാൻ ലൈവിൽ സംസാരിക്കാറില്ല. പൊളിറ്റിക്സ് അല്ലല്ലോ ഇത് പൊളിറ്റിക്സ് ആവോ? റവല്യൂഷൻ ഇല്ല. എന്റെ ദൈവമേ, ഇമ്പോർട്ട് എക്സ്പോർട്ട് ആണ് മെയിൻലി ബാധിക്കുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ഇമ്പോർട്ട് എക്സ്പോർട്ട് ആണല്ലേ ബാധിക്കുന്നത്. പിന്നെ GCC കൺട്രികളെ ബാധിക്കത്തില്ല അവിടെ അല്ലേ എടാ, അമേരിക്കയുടെ ആർമി ബേസസ് ഉള്ള നാടുകളാണ് ഇതൊക്കെ. അപ്പൊ അമേരിക്ക ഈ പറയുന്ന GCC കൺട്രീസ് ഒക്കെ പ്രഷർ ചെയ്യും. അവരുടെ നാട്ടിൽ കൊണ്ട് ബോംബ് ഇടുന്ന സമയത്ത് അവർ പറയും എത്രയും പെട്ടെന്ന് UAE പോലത്തെ നാടുകൾ അവരെ ഇന്റർഫിയർ ചെയ്തിട്ട് പറയും നിങ്ങൾ എത്രയും പെട്ടെന്ന് വാർ നിർത്തണം, നമ്മുടെ സിറ്റിസൺസിനെ നമ്മുടെ നാടിനെയാണ് ഇത് ബാധിക്കുന്നതെന്ന് അവരെ മറ്റുള്ളവരെ കൊണ്ട് ഈ അമേരിക്കയോട് പറയിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാനൊക്കെ അവിടെ ഇതിടുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലാത്തിട്ട് നീ ഇങ്ങനെ പൊളിറ്റിക്സ് ഒക്കെ വന്ന് പറയണതേ. നീ റെസ്റ്റ് എടുക്ക്. നീ മറ്റേ 4 മണി കമന്ററി പറയണ്ടേ? ഇല്ല, ഇവനെ ഞാൻ ഇന്ന് അവരാഴ്ചത്തെ പോത്തുള്ളൂ ചോക്കി. ഇവനെ ലൈവ് വന്നിട്ട് എല്ലാ ദിവസവും ഇരുന്ന് ഒമേഗിനകത്ത് എന്നെ പാല് മേടിക്കാനും ഇവനെ സാധനം മേടിക്കാനും പറഞ്ഞു. അതുപോലെ കണ്ടവരോടെല്ലാം പറയുന്നത് എന്തോന്ന് അറിയാം, ഞാൻ മദ്യം ഒഴിച്ചു കൊടുക്കണം, ഞാനാണ് കുടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവൻ ലൈവിൽ ഇരുന്ന് വായ്ത്താളം പറഞ്ഞു. ഇവന്റെ വാടപ്പിച്ചിട്ട് ഞാൻ പോത്തുള്ളൂ ഇന്ന് ഇവിടെ. നിന്റെ വർത്താനം കുറച്ച് ദിവസമായി ഞാൻ കേൾക്കണേ. അത്രയും വലിയൊരു സ്പേസിനകത്ത് ടോബിനെ വന്നിരിക്കുന്ന സമയത്ത് നീ എങ്ങനെയാടാ നോക്കിക്കുന്നത്? 1970 ഐഫോൺ ഉണ്ടോ നിന്റെ അപ്പൂപ്പ കൊണ്ടുവച്ചേക്കുന്നത്? അല്ല, സ്റ്റീവ് ജോബ്സ് 1900 ആ സമയത്തൊക്കെ ഐഫോണിനെ പറ്റി ജോബ്സ് അത് തന്നെയല്ലേ എന്നെ പറഞ്ഞത്. ഞാൻ സ്റ്റീവ് ജോബ്സ് പറഞ്ഞത് അടുത്ത കേട്ടില്ലേ? ഈകളെ ഞാൻ ഒരു കാര്യം ചെയ്തോ പോയോ? ഒരു കോള് വന്നു ചേട്ടാ, ഒരു മിനിറ്റ്. ഇതെടുക്കാൻ പോയ എന്നെ കൊണ്ട് എടുപ്പിച്ച നീയാ. ഞാൻ ഇത്രയും ഞാൻ തന്നെ ഇവിടെ ഇപ്പൊ 1 മണിക്കൂറായി. ഇതൊക്കെ ഫ്ലൈറ്റുകാർക്ക് വരും. 20% തിരിച്ചു തരും. കണ്ണാപ്പി ഈ ഇൻസ്റ്റാ 360യുടെ ഈ ഇൻസ്റ്റാ 360യുടെ ക്യാമറ എടുക്കാൻ പോയ ഷെമീം ബ്രോയെ വിളിച്ചിട്ട് ഇത് മേടിക്കരുത് മറ്റേ എടുക്കണമെന്ന് പറഞ്ഞ നീ അയാളെ കൊണ്ട് OBSന്റെ മേടിപ്പിച്ചല്ലേ? എടാ നീയൊക്കെ ഉണ്ടല്ലോ നാടിന്റെ ശാപം. അല്ല ഈകളെ എനിക്കൊരു ചോദ്യം ചോദിക്കോളൂ. എന്താ പറയാ, 2 മാസം മുമ്പ് ഇതില്ലേ കൊണാദ പോഡ്കാസ്റ്റ് ഇല്ലേ? ഓക്സ്ഫോർഡ് നല്ലതല്ലേ? അതിനകത്ത് എന്ത് ഉദ്ദേശിച്ചാ കണ്ണാപ്പി പിടിച്ചിരുത്തി? അല്ലയാ കൊണാദ പോഡ്കാസ്റ്റില് എന്നെ ഗസ്റ്റ് വിളിക്കുകളെ. അല്ലയോ, ഇവിടെ ചാറ്റില് കുറെ ബുദ്ധി ഇല്ലാത്ത ബ്രെയിൻ ഇല്ലാത്ത പുണ്ടച്ചുകൾ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ നമ്മളെന്തോ സീരിയസ് അടിയാണെന്ന് കേട്ടോ. അന്നേരം ഇപ്പൊ കണ്ണാപ്പിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ നീ എന്നെ അങ്ങ് താക്കൂന്ന് വിചാരിച്ചോ? പോടാ പുണ്ടച്ചു. ഉത്തരം പറഞ്ഞില്ല. എന്താ ചോക്കി? കേട്ടില്ല. എന്താ പറഞ്ഞ പോഡ്കാസ്റ്റിൽ എന്തുകൊണ്ടിട്ടാണ് കണ്ണാപ്പിയെ കോഹോസ്റ്റ് ആയിട്ട് നീ വെച്ചേന്ന്? അത് ചോക്കി, ഞങ്ങൾ ഒരു ദിവസം എനിക്ക് പോഡ്കാസ്റ്റിന്റെ പ്ലാൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദിവസം ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം രാത്രിയിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് 2 പെഗ്ഗൊക്കെ അടിച്ചതിന് ശേഷം പറഞ്ഞ എനിക്ക് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല, എനിക്ക് ആകെ ഉള്ളത് വായ്ത്താളം മാത്രമാ, സംസാരിക്കാൻ വരുന്ന എന്തെങ്കിലും ഒന്ന് തുടങ്ങുവാന്ന് എന്നെയും കൂടെ വിളിക്കണേന്ന് പറഞ്ഞ് അവിടെ രാത്രി ഇരുന്ന് കരഞ്ഞ് തൂറി മെഴുകി. അങ്ങനെയാണ് ലാസ്റ്റ് ആ ഒരു ഇതിലോട്ട് എത്തിയത്. എന്നാ ഇവനെയും ബോബിനെയും കൂടെ വിളിക്കാന്നായിരുന്നു. ബോബ് ആ വഴിക്ക് അങ്ങ് പോയി. പിന്നെ ഇതിന് അവൈലബിൾ ആയിട്ട് വന്നത് ഇവനാണ്.
അല്ലെ എന്റെ അടുത്ത് ഗസ്റ്റ് അല്ലെ നിനക്കൊരു ഗസ്റ്റ് ഫ്രീ ഗസ്റ്റ് തിക്താനുഭവങ്ങൾ എന്തൊക്കെയാ ജീവിതത്തിൽ? എന്താ തിക്താനുഭവങ്ങൾ എന്തിനാ ചോദിക്കാൻ വേണ്ടേ? രാവിലെ ഇപ്പൊ എത്ര കിലോ ഓംലെറ്റ് അടിക്കുന്നു, എത്ര ആള് ഓ അങ്ങനെ ഇത് ഏത് സെഞ്ചറിലുള്ള വാക്കേട്ടാ ഇത്? തിക്താനുഭവങ്ങൾ അതൊക്കെ പറഞ്ഞേ 900 കാലഘട്ടങ്ങളെ ചോദിക്കുക. ഞാൻ കാലഘട്ടം ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിന്റെ അടുത്ത് എന്ത് ചോദ്യങ്ങളൊക്കെ നിനക്ക് എന്തൊക്കെ ജീവിത എക്സ്പീരിയൻസ് ഉണ്ട് ചോദിക്കാനായിട്ട്? ചേട്ടാ ജീവിത എക്സ്പീരിയൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. പണ്ട് ചായ അടിക്കാൻ പോയതും വെള്ളം അടിച്ച് തൊട്ടി കിടന്നു അതൊക്കെ പറയാം. മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട്, മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ട് അതിന്. സത്യം പറഞ്ഞാൽ നമ്മളല്ലേ ആ പോഡ്കാസ്റ്റ് നമ്മൾ ഒരു ദിവസം ചുമ്മാ മറ്റേ 24 hours ലൈവ് എന്തോ ഇട്ട സമയത്ത് ഞാനും ഇവനോട് ഒരുമിച്ചിരുന്ന് ഐപാഡ് നോക്കി സംസാരിച്ചായിരുന്നു. ആ കോൺവെർസേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. അങ്ങനെ 24 hours ഒരു ദിവസം വീട്ടിൽ വിളിച്ചു വരുത്തി നമ്മളങ്ങനെ സംസാരിച്ചു. അങ്ങനെ കണ്ണാപ്പി അന്നും ഒന്നും സംസാരിച്ചില്ല, കണ്ണാപ്പി വേറൊരു പോഡ്കാസ്റ്റുകളിലും ഒന്നും സംസാരിച്ചിട്ടില്ല. അത് കണ്ണാപ്പി ഡ്രസ് മാത്രല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കുവായിരുന്നേ. ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുവായിരുന്നു. എന്റെ വീഡിയോ ഇരിപ്പുണ്ടേ. പിന്നെ വേണ്ട ഞാൻ കാണിക്കുന്നില്ല അതൊന്നും. നമുക്ക് പുതിയ കാലത്തിലോട്ട് ഇറങ്ങാം. പഴയ പഴയ കാര്യങ്ങൾ പറയുന്നത്. ജോക്കി മേക്കപ്പിന് മറ്റേ ബാഗിനകത്ത് കുറെ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, അത് ഇത് എല്ലാം. എന്നിട്ട് പിന്നെ ലിപ്സ്റ്റിക്ക്, അതിനൊക്കെ മോയ്സ്ചറൈസർ കുഴപ്പമില്ല. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. സ്റ്റുഡിയോയില് വരുമ്പോ വന്നിട്ട് ഇമാതിരി ഇതൊക്കെ ചുണ്ടിലൊക്കെ തേച്ച് എല്ലാം ചോമിപ്പിച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോ കട്ടൻ പീടിയും വലിച്ച് സൈഡിൽ നിൽക്കും. അതിനാണ് എനിക്ക് പ്രശ്നം. അല്ലാതെ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. 5 മിനിറ്റ് കഴിയുമ്പോ കട്ടൻ പീടിയും വലിച്ച് സൈഡിൽ നിൽക്കും. അതാണ് അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇല്ല ആ സമയത്ത് ഇത് ചെയ്യത്തില്ലായിരുന്ന. എന്ത് ചെയ്തിട്ടില്ലായിരുന്നു? നോക്കിയതില്ല ആ സമയത്ത്. ഒയ്യോ ഒട്ടുമില്ലായിരുന്നു. നീറ്റ് കിട്ടും. നിന്നെ കണ്ട് പഠിക്കുന്ന പറഞ്ഞ നമ്മുടെ നാട്ടിൽ പോസ്റ്റർ ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അത് ശ്വസിക്കുവരുന്നവൻ. ഒന്നും ചെയ്യാത്ത നല്ലൊരു മഹാനായ ഒരു പുത്രനായിരുന്നു അത് ആ സമയത്ത്. കണ്ണാപ്പി ഇത് നമുക്ക് ഇവിടെ വെച്ച് നിർത്താടാ. കാരണം എനിക്ക് എന്റെ ഈഗോ ഹേർട്ട് ആയി കഴിഞ്ഞാൽ ഞാനിത് പിന്നെ ഞാൻ വിടത്തില്ല. കാരണം ചുണ്ടൻസി തന്നെ വന്നിട്ട് പൂറാന്നൊക്കെ വിളിക്കുന്നുണ്ട് ആൾക്കാർ. അവനെയൊക്കെ ഞാൻ വിളിച്ചുറക്കി നോക്കി. അവനെയൊക്കെ അങ്ങ് ഒരു ദിവസം ഇന്ന് രൂപപ്പെടും ചുണ്ടൻസ് 2.0 ഇത് കേട്ടിട്ട്. ചണ്ടി പോരാന്നാണ് പറഞ്ഞത്. ഓക്കെ പോരാന്നല്ലേ പറഞ്ഞത്. ഓക്കെ അല്ല കണ്ണാപ്പി മുടിയെ കുറിച്ച് എന്താ പറഞ്ഞല്ലോടാ? നിന്റെ മുടി ഒന്ന് കാണിച്ചിട്ടാണ് കാര്യമായിട്ട് പറഞ്ഞ അണ്ണുന്റെ മുടി പറ്റില്ലേ ഈ പണ്ട് ടിക്ടോക്ക് റീൽ ഇടുന്നവന്മാരല്ലേ ഇങ്ങനെ പൊക്കി വെച്ചിടുന്ന അതേപോലെ ഉണ്ട്. അല്ലെന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ നോക്കി ചന്ദ്രു ആ സ്ക്രീൻ നോക്കി ചന്ദ്രൻ സ്ക്രീൻ ഇട്ടേ ഇറങ്ങിപ്പോടാ പൂരി മോനെ. അല്ല കണ്ണാപ്പി നിന്റെ മുടി ഒന്ന് കാണിയടാ. നിന്റെ അതൊക്കെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലാവത്തെന്താ അറിയോ എനിക്ക്? ശരത്തേട്ട ഫേസ് ക്യാം ലൈവ് ചെയ്യും. പക്ഷെ നമ്മുടെ ബ്ലോഗിൽ എടുത്തോണ്ട് ഞാൻ പറയും എടുക്കല്ലേ. എനിക്ക് പ്രൈവസി കാണാം. മനസ്സിലായോ? ഇതിപ്പോ ആരും കാണുന്നില്ലല്ലോ. 1000 പേരുടെ മുമ്പിൽ പ്രൈവസി. അവന്റെ ഫേസ് ക്യാം ഒന്ന് നോക്കിയടാ. കണ്ണാപ്പി ഇതിന്റെ ഫേസ് ക്യാം ഒന്ന് കാണിച്ചു. സൂം ചെയ്തേ. മുടിക്ക് എന്താ കറക്റ്റ് മുടി പെർഫെക്റ്റ് ആയിട്ടാ ചെയ്ത് വെച്ചിരുന്നത്. ഹെയർ റൂട്ടീനൊക്കെ ചെയ്യുന്നതാണ് ചേട്ടാ നമ്മള്. ഹെയർ റൂട്ടീനൊക്കെ ചെയ്യുന്നതാണ് നമ്മള് ചേട്ടാ. എന്താടാ ചെയ്യുന്നത്? എന്തൊക്കെയാന്ന് പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും നിന്റെ ടിപ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കണം പ്ലീസ്. നമ്മളെ ഈ സ്കിന്നും ഹെയറും ഒക്കെ നല്ല നോക്കുന്നവരാ. അതാ പറഞ്ഞ അതാ ടിപ്സ് ഒന്ന് പറഞ്ഞോട്. ഹെയറിന്റെ ഒക്കെ ഹെയറിന്റെ ഇപ്പം ഇത് ചെയ്യാറുണ്ട്. ഷാംപൂ അതൊരു റെവല്യൂഷണറി ആയിട്ട്. പിന്നെ ഹെയർ മാസ്ക് ചെയ്യാറുണ്ട്. മാസ്ക് എന്ത് വെച്ചിട്ട്? മറ്റേ കൊറോണയുടെ മാസ്ക് അല്ലല്ലേ, ഹെയർ മാസ്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. വലിച്ചം കെട്ടു കുളിക്കും. ഹെയർ മാസ്ക് ഉണ്ട്. പിന്നെ ഇത് സെറം തേക്കാറുണ്ട്. ഇത് മാത്രം മതി. ബേസിക് ഇതാണ്. തലയിലാണ് എവിടെയാണ് തേക്കാറ്? നീ യൂസ് ചെയ്യുന്ന സെറത്തിന്റെ പേരെന്ന് പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് സ്വീറ്റ്സ്. ഇപ്പൊ യൂസ് ചെയ്യുന്ന ലോറിയലിന്റെ തൈലം. ഒന്ന് എടുത്തിട്ട് വരുമോ? നീ ആ ബോട്ടിൽ ഒന്ന് എടുത്തിട്ട് ഞാൻ എടുത്തിട്ട് ലോറിയില്ല. ഈ ഷർട്ട് ഓർമ്മ
അപ്പൊ ഇതുപോലെ 6 രൂപ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന സാധനമാണ്. എടുക്കാൻ അവൻ പോയിട്ടുണ്ടെങ്കിൽ ഇത് 6 രൂപ വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണ്. ഒരു സംശയമില്ല. കണ്ട അലമാരി പൂട്ടി വെച്ചിരിക്കുക കാണാതിരിക്കാൻ. കണ്ട. ഹലോ ആ പറയാ ട്രോഫിയാ ഇല്ല ഇത് സെറാണ് ഇതിനു മുമ്പ് യൂസ് ചെയ്തിരുന്ന സ്ട്രീക്സിന്റെ യൂസ് ചെയ്തോണ്ടിരുന്നത്. സ്കിൻ കെയർ വേറെ ഉണ്ട്. നല്ല ഹെയർ നല്ല ഹെയറല്ലേ എന്തിനു പിന്നെ മുടിയൊക്കെ കാണിച്ചടാ നിന്റെ. അതിലൊന്നും ഞാൻ ഒന്നും പറയുന്നത്. അതൊക്കെ അത്ര നിന്റെ പോക്കൃത്തരത്തിനെ പറ്റിയേ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. നിന്റെ വേറെ ഒന്നിനെ പറ്റി ഞാൻ പറയത്തില്ല. നിന്റെ ഈ വായ്ത്താളമില്ലേ അതിനെ പറ്റി ഞാൻ പറയത്തുള്ളൂ. ചന്ദ്ര മറ്റേ ഡയറ്റ് റെഡിയാക്കി തരണേ ജിമ്മി പോവാൻ. ഹലോ എടാ ഞാൻ വേറെ കാര്യം പറയട്ടെ. കണ്ണാപ്പിയുടെ ചാനലിൽ പോയിന്റ് സിസ്റ്റം ഒക്കെ വന്നിട്ട് ഈഗിൾ 0 കണ്ണാപ്പി വേണമെന്ന് പറഞ്ഞു. ഇവിടെ എന്തോ സീരിയസ് അടി അടക്കമാണെന്ന് എപ്പോഴും നമ്മള് തപ്പിത്തല്ലായി അവരിപ്പോഴും വിചാരിക്കുന്നത് ഇവിടെ എന്തോ വലിയ അടി ഇന്നൂടെ ഉള്ളു. TV ഇന്നൂടെ ഉള്ളു. ഡൗൺഫോൾ ആയെന്ന വിശ്വാസത്തിലാണ് വയ്യത്. കുറച്ചു നേരം LW ഒക്കെ വരുന്നുണ്ട്. സഫാം ബ്രോ താങ്ക് യു വലിയ കണ്ണാപ്പി സ്പോൺസർഷിപ്പ്. സഫാം ബ്രോ വലിയ കണ്ണാപ്പി അതിൽ തന്നെ എന്ത് വിളിക്കാലോ. താങ്ക് യു സോ മച്ച്. ഈഗിൾ ബ്രോ അത് അയച്ചില്ല. അത് ഞാൻ അയച്ചേക്കാം. ചെറുക്കനങ്ങ് പണി എടുക്കണോന്ന്. ഇന്ന് അണ്ണന്റെ കൂടെ കമന്ററി പറഞ്ഞാൽ ഞാനുണ്ടോ? ഇല്ല ഒരണ്ടിയില്ല. അവൻ ആരെയും കേട്ടില്ല. ഞാൻ കമന്ററി പറഞ്ഞു കഴിഞ്ഞല്ലേ ഞാൻ ചെയ്തോളാം. ഒന്നും വേണ്ട ഒരു സഹായവും വേണ്ട. ഞാൻ അതിപ്പോ ഒരു സ്റ്റാൻഡേർഡിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വന്നിട്ട് അതെനിക്ക് ഊമ്പിക്കാൻ പറ്റത്തില്ല. എനിക്ക് മനസ്സിലായോ? അണ്ണാ പുതിയ ക്യാമറ എടുക്കുമ്പോ അണ്ണാ പഴയ ആ ഇൻസ്റ്റാ 360 തരുമോ അണ്ണാ? അണ്ണോ അസണ്ണ പുതിയ ക്യാമറ എടുക്കുമ്പോ പഴയ ഇൻസ്റ്റാ 360 തരുമോ? അയ്യോ ഇത് കൊള്ളത്തില്ലല്ലോടാ. നീ മറ്റേ OBSന്റെ ഓസ്മി ബോട്ട് മേടിച്ച് നിന്റെ സാധനത്തിൽ കെട്ടി തൂക്കിയിട്. അല്ല തരുവാ കാര്യം ഇത് എനിക്ക് വേണോടാ. ഇതെനിക്ക് വേണം. കാരണം ഒന്ന് സിമുലേറ്ററിന്റെ അവിടെ സെറ്റ് ചെയ്യാനും ഒരെണ്ണം പുതിയ എടുത്ത് വെക്കാനുമാണ് ഞാൻ വെച്ചേക്കുന്നത്. ഒരെണ്ണം POV റെക്കോർഡ് ചെയ്യണം എനിക്ക്. പഴയത് ഞാൻ കൊടുക്കുന്നില്ല. പഴയത് കൊടുക്കുന്നില്ല. അവന്റെ പഴയ സാധനങ്ങൾ മൊത്തം ഓൾറെഡി ഒരു കോൺട്രാക്റ്റിലാണ്. ഇനി ഒരു അച്ചിക്കും കൊടുക്കത്തില്ല എന്റെ ഒരു സാധനം. എല്ലാം വാരിക്കൊണ്ട് വന്ന് ഞാൻ പറഞ്ഞില്ല 10 രൂപയുടെ ലഡ്ഡു കൊണ്ട് വരും. എന്നിട്ട് വീട്ടിലൊന്നും ഒരു 1.5 ലക്ഷം രൂപയുടെ സാധനം കൊണ്ട് അങ്ങ് പോകും. കാണുമ്പോ മമ്മിയാണെങ്കിൽ ലഡ്ഡു കാണുമ്പോ ഫ്ലാറ്റ് ആകും. ആ മോൻ എന്തൊരു സ്നേഹം. അവൻ എപ്പം തിന്നാൻ എന്തായാലും മേടിച്ചു. അവൻ മാത്രമേ കൊണ്ടുവരത്തുള്ളൂ. ഇവൻ ജോക്കി മമ്മിക്ക് അറിയത്തില്ലല്ലോ. കണ്ണാപ്പി ഒന്നും അല്ല ഇവൻ ഈ ഡ്രീമർ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവന് കസാൻ കളിച്ച് മടുക്കത്തില്ലടാ. 10ാം തൊട്ടും അങ്ങോട്ടാ കളിക്കുന്ന ഇവൻ. ഒരാളെ പൂജിച്ചിട്ട് നൈസായിട്ട് പുള്ളിയൊക്കെ മറന്നല്ലേ പുള്ളിയെ കൊന്നതും പോരാ. ഒരു ദിവസം ആർപിക്ക് വേണ്ടിട്ട് ആ പാവം മനുഷ്യന് ഒരു കല്ലറയും പണിത് കൊടുത്തിട്ട് ക്യാരക്ടർ ആക്ട് ചെയ്ത് വിട്ട് പുള്ളി ഇപ്പൊ അതുകൊണ്ട് ആർപ്പിക്കാറത്തെ വിട്ട് പുള്ളി ഇപ്പൊ അങ്ങോട്ട് വരാറ് പോലും ഇല്ല. അല്ല കല്ലറ ഒന്ന് പുരണ്ടിದ್ದಾയിരിക്കണം. സാംസങ് പ്രൊമോഷൻ കഴിഞ്ഞോണ്ടാ അത് ഞാൻ ഇനി എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ചത്താരും എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത് 3 മാസമായിട്ട് ആകെ ആ ഫോണിൽ പണ്ടൊക്കെ ഒരു സ്പോൺസർഷിപ്പ് പോലും ഇല്ലാത്ത സമയത്ത് മൂഞ്ചി തെറ്റി ഒരു വണ്ടി മെസ് അടിക്കുന്ന സമയം മെസ് അടിക്കുന്ന ഇവ സാംസങ്ങിന്റെ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഒന്നും പറയാനാണെങ്കിൽ ഉണ്ടല്ലോ. ലിറ്ററലി തെണ്ടുവായിരുന്നു. നിന്നോടൊക്കെ ഞാൻ അന്നേ പറഞ്ഞല്ലേടാ അതൊരുമാതിരി അടിമ പ്രൊമോഷൻ ആണ്. അത് അന്നല്ലോ നീ അന്നേരം തർക്കിക്കാൻ എന്നോട് എന്തോ പറഞ്ഞ അന്ന് എന്തോ കുഴപ്പമില്ല. അത് അണ്ണന് ടൈം ഇല്ലാത്തോണ്ടായിരിക്കും ചെയ്യാൻ പറ്റാത്തത്. എനിക്ക് അങ്ങനെ അല്ലല്ലോ. എനിക്ക് ഇതൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതാകുമ്പോ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം. എനിക്കിതൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അടിപൊളിയായിട്ട് ഞാൻ പ്രസന്റ് ചെയ്യും. എനിക്ക് അങ്ങനത്തെ എനിക്ക് കുറെ സ്കിൽ എക്സ്പോസ് ചെയ്യാനുള്ള ടൈം ആയെന്ന്.
നിന്നെ എക്സ്പോസ് ചെയ്യല്ലേ? നമുക്കത് ഞാൻ എന്റെ അടുത്ത് കല്യാണത്തിന് പറഞ്ഞ് ചന്ദ്ര കള്ള് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ട, ബാക്കി ആർക്കാന്ന് വെച്ചാൽ കൊടുത്തു. ഞാൻ പറഞ്ഞ കൗണ്ട് വേണോടാ, എനിക്കൊരു ഐഡിയ, കാരണം ഇലക്ഷൻ ടൈം ഒക്കെ അപ്പൊ ലൈക്ക് എന്താ പറയാ കിട്ടാനൊക്കെ കുറച്ച് പാടുള്ളത്. അപ്പൊ എനിക്ക് വേണ്ട ചന്ദ്ര. എന്നിട്ട് ഞാന് എല്ലാം കഴിഞ്ഞ് കല്യാണത്തിന്റെ അന്ന് രാത്രി ഞാൻ ഇവിടെ സ്റ്റേ എടുത്ത സ്ഥലത്ത് കാണാൻ പോയപ്പോ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്ത ഉടുത്തിരുന്ന നിക്കർ എടുത്ത് തലയിലിട്ടുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കുന്നു. ഞാൻ ലൈറ്റ് ആയിട്ട് അടിച്ചുള്ളൂ. ബാലിനൊക്കെ കല്യാണം പോലും വിളിച്ചില്ല, അവിടെ നിന്ന് മരത്തിനടുത്ത് സംസാരിക്കുന്നു. ഒരു മാക്സിമം ഒരു 3 പെക്ക് അടിച്ചു. ആ 3 പെക്കിനുള്ള കണക്ക് പറയുന്നത് എന്റെ അടുത്ത്. പറഞ്ഞ ബാല പാവണ അവിടെ കട്ടക്ക് ഈഗിളിന്റെ ഉപദേശം. ഒരു ബോധമില്ല. ഭാഷയുടെ 8 കാലം കഴിഞ്ഞ പിന്നെ 8 കാലിയ കണക്കാ വീട്ടിൽ ഇറങ്ങിപ്പോയത്. അതെ, ഇവിടെ വന്ന രീതിയാണ് കോമഡി. എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു, ഞാൻ ഓക്കെ ആയിരുന്നു, മനസ്സിലായ. ഇതാണ് മുടി വെട്ടിയ ബാർബറിന്റെ അടുത്ത് തന്നെ നീ പോയി വെട്ടണേ. എന്നെ അവൻ പിടിച്ച് പ്ലക്കി കളഞ്ഞ എന്നെ. അളിയ ഞാനൊരു കാര്യം പറയട്ടെ, നീ എന്റെ അനീഷന്റെ കടയിൽ ഒരു ദിവസം ആളി. അനീഷന്റെ കടയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. നിന്റെ മുടി എവിടെ വെട്ടുന്നേ? നീ എന്ത് വെട്ടുന്നേ? ചേട്ടാ നമ്മളെ മുടി പറ്റ വെട്ടുന്നതല്ല വെട്ടുന്നുണ്ട്, നമ്മൾ മുടി ജസ്റ്റ് വെട്ടിയത് ചേട്ടാ. നമുക്ക് ചേട്ടാ നമ്മ ഒരു പ്രായം അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞുണ്ടല്ലോ നമ്മൾ മുടിയൊക്കെ വെട്ടി കളയില്ലെങ്കിൽ പിന്നെ വളരൂല. നമ്മൾ മുടിയൊക്കെ വെട്ടി കളയില്ലെങ്കിൽ പിന്നെ വളരൂല. ജോക്കിയൊക്കെ ആ സ്റ്റേജിൽ എത്തിപ്പോ. അല്ല അത് ആ സ്റ്റേജ് ആയി. ഇപ്പൊ ആ സ്റ്റേജ് ആണ്. പുള്ളിക്കാരനുണ്ടല്ലോ. ഉണ്ട് പുള്ളിക്ക് മുടിയൊക്കെ. പിന്നെ മിണ്ടാരി. അയാൾ 32-ാം വയസ്സിൽ മൊട്ടയായോ? ഇല്ലല്ലോ. ഇല്ലല്ലോ മൊട്ടയല്ല. പക്ഷെ ഇപ്പൊ മുടി വളരുന്നില്ല. ആ മുടി തന്നെ ഇങ്ങനെ കോൺസ്റ്റന്റ്. നിന്റെ മോന്ത ഇരിക്കുന്നത് മിണ്ടാരി. പുള്ളി ഇപ്പൊ വെട്ടാറില്ല. അതേ കണക്കായല്ലേ. എടാ എനിക്ക് കഴിവറ മോനെ പണ്ടേ കണ്ടുകൂടാ, മനസ്സിലായോ? ഒരു കാര്യം കേട്ടോ, കണ്ണാപ്പിയെ റിക്രൂട്ട് ചെയ്ത് ടിവിയിലേട്ടോ. റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ രാത്രി ആകുമ്പോ എനിക്ക് കോള് വരും കേട്ടോ. കോള് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു ജോക്കി, കണ്ണാപ്പി റിക്രൂട്ടഡ് ടിവി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട്. എന്നിട്ട് പറയാ ദിസ് ഫക്കിംഗ് ഷിറ്റ്, എനിക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉള്ള നിനക്ക് ഈ സാധനം മര്യാദക്ക് ബിൽഡ് ചെയ്യാനാണോ നീ ഇത് ഉദ്ദേശിക്കുന്നത്? ഇത് നീ ഓർത്ത് റിഗ്രറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ ഇവനെ ഒന്നും ഒരിക്കലും എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഓക്കെ നീ ഡിസിഷൻസ് എടുത്തോ, എനിക്ക് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരാഴ്ച ഫോൺ എടുത്തില്ല. ഒരാഴ്ച ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ കാരണമാണ് പക്ഷെ വന്നത്, നമ്മുടെ കൂടെ ആർപ്പ് കളിച്ചിട്ടാണ് വന്നത്. പക്ഷെ എന്താണ് ഇവൻ ഒരുമാതിരി വൃത്തിയായിട്ടാണ്. അത് ബാബുശേട്ടായിരുന്നു അന്ന് കളിക്കും. ചേട്ടന് തലചായ്ക്കാൻ കണ്ണാപ്പി ഉണ്ടായിരുന്നല്ലോ ചേട്ടാ. രാത്രി വിളിച്ചിട്ട് പറയുവാ, 3 മണിയായപ്പോ വിളിച്ചിട്ട് എടുത്ത് പറയാ, ചേട്ടാ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുമെന്ന്. ഞാൻ ഒരു വള്ളിയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ഒരു കാര്യം ഡിസ്കഷൻ ആയിട്ട് ഞാൻ പറയാം. പണിയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഇവിടെ അടുത്തൊരു ചേട്ടനുണ്ട് നമ്മുടെ ജിമ്മിലൊക്കെ വരുന്ന പുള്ളി 10-15 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള. അപ്പൊ പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഒരു ഐഡിയ ആയിരിക്കും, പുള്ളി ഇങ്ങനെ ചെയ്യാം, ഗെയിമിംഗ് റൂം ചെയ്യാം, ആദ്യമായിട്ടാണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടുന്നത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഓണായി. അപ്പൊ ഞാൻ വിചാരിച്ചു അവനെ സെറ്റ് ആയി കൊടുക്കാന്ന് ചേട്ടാ. അപ്പൊ ഞാൻ ഇവന്റെ ആവശ്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം എടുത്തു. അപ്പൊ പുള്ളിയുടെ വർഷങ്ങളായിട്ടുള്ളത് ഇല്ലേ, പുള്ളി എക്സ്പെക്ട് ചെയ്യണ ഒരു മിനിമം ഒരു 5-6 ലക്ഷം രൂപയുടെ ആ ഒരു ഇത്രയും ഒരു റൂമൊക്കെ. അപ്പൊ ഇവന്റെ ആ ഒരു റിക്വയർമെന്റ്സ് അനുസരിച്ച് ബഡ്ജറ്റ് എത്ര? അത് 1.5 ലക്ഷം. 1.5 ലക്ഷത്തിന് റൂം മൊത്തം മാറണം. 1.5 ലക്ഷത്തിന് മറ്റേ സീലിംഗ് താഴെ അത് എല്ലാം ബാക്കിയെല്ലാം പിന്നെ അവൻ പറയുന്ന ലൈറ്റ് എല്ലാ സാധനങ്ങളും വെച്ചു കൊടുക്കണം. ഒരു 5090 PC അവര് തന്നെ മേടിച്ചു കൊടുക്കണം. ഈ റൂം പണിയുന്നവർ ഒരു PCയും കൊണ്ടുവരണം. അതാണ് റിക്വയർമെന്റ് ഇവന്റെ. നമ്മുടെ ഉള്ള ബഡ്ജറ്റിലല്ലേ എന്തിനു ചെയ്യാൻ പറ്റുമോ? ഉള്ള ബഡ്ജറ്റിലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരാളെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല കണ്ണാപ്പി. 1.5 ലക്ഷത്തിന് ചെയ്യണമെങ്കിൽ നീ ഓരോരുത്തരെ
കണ്ടുപിടിച്ച് നോർമലി അവരെ കൊണ്ട് നിന്റെ ഐഡിയയിൽ ഒരു സാധനം എക്സിക്യൂട്ട് ചെയ്യണം. അല്ലാതെ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഏൽപ്പിച്ച ഭയങ്കര പൈസയാണ്. അത് വീട് പണിയുന്നവർക്കൊക്കെ അറിയാം. നിനക്കത് ഇപ്പോഴും തിരിച്ചറിയാനുള്ള ബോധമില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? നീ ചാറ്റിലുള്ളവരോട് ചോദിച്ചു നോക്ക്. പറയുന്നേക്കളിയാ എന്റെ നൈറ്റ് മെയർ ഇതൊന്നുമല്ല. അതിനുശേഷം ഇവനിക്ക് സമാധാനം സാധനം ഇവൻ ചിന്തിക്കണ്ടേ, ചന്ദ്രന്റെ ചേട്ടന്റെ കല്യാണമാണ്. വെറുതെ ഇവൻ എന്റെ പാതിരാത്രി 2 മണിക്ക് 1 മണിക്ക് ഇടക്കിടക്ക്, അതായത് ഇവന് സമയം കിട്ടുന്ന സമയമല്ല എന്നെ വിളിച്ചോണ്ടിരിക്കുവോ ഇവങ്ങനെ ഇരുന്നത്. ചന്ദ്ര എന്തായി? അപ്പൊ ഞാൻ പറയാ ബഡ്ജറ്റ് ഒന്ന് കൂട്ടാൻ പറ്റുമോ പറഞ്ഞ് എന്തിനാ ഒരു 2-2.5. അപ്പത്തേക്ക് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു 4 കാറ്റാടി കഴിയും ഒരു ടാർപ്പാളെ എടുത്തോണ്ട് ഉടനെ അങ്ങോട്ട് വരും. നിനക്ക് ഗെയിം റൂം വെച്ച് ഇങ്ങനത്തെ സെറ്റപ്പിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അളി എനിക്ക് കല്യാണത്തിനോട് സൗകര്യം തന്നില്ല എനിക്ക്. എടാ ഞാൻ മറ്റേ ഒരു താഴെപ്പുല്ലേക്ക് വെച്ച് കല്യാണത്തിരിക്കുമ്പോഴത്തേക്ക് വിളിക്കും ഉടനെ. ഹലോ നമുക്കുള്ള ബഡ്ജറ്റിലല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ പറയണ അതല്ല, നീ ബഡ്ജറ്റിന്റെ കാര്യം പറയാടാ. നീ നിന്റെ ചാറ്റിലോ അല്ലെ എല്ലാവരുടെ ചാറ്റിലും ചോദിച്ചു നോക്കിയടാ. ഈ വീട് പണിയുന്നവരും റൂം പണിയുന്നവരും ഒക്കെ ഇപ്പൊ എക്സാമ്പിള് ഒരാളെ മൊത്തത്തിൽ നിന്റെ റൂം ഏൽപ്പിക്കാനാണെങ്കിൽ അവരവരുടേതായിട്ടുള്ള 3D സ്കെച്ച് തൊട്ട് അവരുടേതായിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് ഇത് സാധനങ്ങൾ എടുത്ത് മാത്രമേ പണിയുള്ളൂ. ആ സെയിം സൈഡിൽ നിനക്കൊരു 3D ഡിസൈൻ ആരെങ്കിലും കൊണ്ട് നീ ചെയ്യിപ്പിച്ചിട്ട് ഓരോന്നോരോന്നും നിനക്ക് നിന്റെ അടുത്തുള്ള സ്ഥലത്തുനിന്ന് സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് പറയുന്ന 3-1 പ്രൈസിൽ ചെയ്ത് തീർക്കാൻ പറ്റും. നിനക്കത് അറിയാത്തോണ്ടാ ഇവര് പറയുന്നേക്ക്. ഒറ്റൊരാള് ചെയ്യുന്ന സമയത്ത് അവർ ഇഷ്ടമാണ് എങ്ങനെ കോസ്റ്റ് ചെയ്യണോന്ന്, മനസ്സിലായോ? ഇപ്പൊ മൾട്ടിപ്പിൾ എടുക്കുവാണെങ്കിൽ നിനക്ക് ഏതൊക്കെ വില എന്തൊക്കെ രീതിയിൽ കിട്ടുമെന്ന് മനസ്സിലാവും. ഞാനിപ്പോ അങ്ങനെ ചെയ്തേക്കുന്നത്. ഞാനിപ്പം റേറ്റ് ഇട്ടുണ്ട് 1 ലക്ഷം രൂപ എല്ലാം നോക്കിട്ടാ ചെയ്തടാ. ചർച്ചേട്ടന്റെ ഫ്ലാറ്റിൽ ബാൽക്കണി ഇല്ലേ ഇപ്പൊ? എല്ലാ ഇന്റീരിയറും ഒക്കെ ഇപ്പൊ ബാൽക്കണി ഇല്ല. ബാൽക്കണി റൂഫിങ് പോയത് തീ പിടിച്ചിട്ട് പോയതല്ലേ, അല്ലാണ്ട് കുഴപ്പം. ബാൽക്കണിയുടെ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് അറിയത്തില്ല. ശരത്തിന്റെ ബാൽക്കണിയുടെ വിൻഡോ തുറന്നാൽ താഴോട്ടങ്ങ് പോവോ? അല്ലല്ല, നിന്റെ അച്ഛൻ ഇവിടെ വന്ന് നിക്കും. പുള്ളിക്കാരൻ താഴെ വന്ന് നിക്കും മോന്റെ ഫ്ലാറ്റിൽ. എന്റെ പൊന്നച്ഛ, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആകെപ്പാടെ പറ്റി തെറ്റ് ഈ ഒരു ചെറുക്കൻ മാത്രമാണ്. കാര്യമായിട്ട് പറയുക, നിങ്ങളെ എങ്ങനെയൊക്കെ വിളിയേപ്പിക്കാം. ഞാൻ ഒരാളുടെ അച്ഛനെ വിളിക്കാത്തൊരു മനുഷ്യനാണ്. ഞാൻ ഒരാളുടെ അച്ഛനെ വിളിക്കത്തില്ല. പക്ഷെ എനിക്ക് വിളിച്ച സമയത്ത് എനിക്ക് ആദ്യം ഡാൻസ് വീഡിയോ കണ്ടോ? കൊറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. വെറുപ്പീരായി തുടങ്ങി സത്യം പറഞ്ഞ. ഫോട്ടോയും എടുത്തു വെച്ചിട്ട് എല്ലാവരുടെയും കൂടെ വെട്ടി കേറ്റാൻ തുടങ്ങി. അതിനകത്താണ് 1000 മെൻഷനും ജോക്കി. ഇത് തമാശ എന്നുള്ള ഫേസ് കഴിഞ്ഞു. ഇപ്പൊ ഒരെണ്ണം അല്ല 100 പേര് മറ്റേ മറ്റേ ഇതും എടുത്തു വെച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റേ ചേച്ചിയുടെ എന്ന് പോയി ഷൂട്ട് ചെയ്ത് നിന്റെ അച്ഛനും ഞാനും ഒരുമിച്ച് എങ്ങനെ അച്ഛന് തെറിവിളി ഏൽപ്പിക്കാം എന്ന് ഡിഗ്രി എടുത്ത രണ്ടോന്മാരാണ് കണ്ണാപ്പിയും ഡ്രീമറും. ഞാൻ കുറവാണ്, ചന്ദ്രനാണത്. ഈ നാഗസൈരന്ദ്രയോട് ചേച്ചിയായിട്ട് ഈകള് മുണ്ട് മടക്കി കുത്തി മുട്ട ഡാൻസ്. ട്രോൾസ് ഉണ്ടോ? നമ്മുടെ ബോബോയുടെ സ്പ്രേ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിലൊക്കെ ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറെ പേര് ഈ പറയണത് പോലെ കുറെ സാധനം ഇങ്ങനെ ചെയ്ത് എന്നെ ടാഗ് ചെയ്യുന്ന മൊത്തം ഇപ്പൊ അതിനകത്ത് ഇത് മറ്റേ ശ്വേത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ഓ ചെപ്പൊക്കെ നോക്കിയോ? അല്ല പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇതിന്റെ കാര്യമല്ല പറഞ്ഞത് ജോക്കി. ഇത് കഴിയുമ്പോഴത്തേന് വേറെ കുറെ പേര് ഇത് റീച്ച് ആയ വീഡിയോ അല്ലേ ജോക്കി? റീച്ച് ആവാത്ത കുറെ വീഡിയോ ഞാൻ ഇപ്പൊ ഫോർവേഡ് ചെയ്ത് തരാം. ഇത് നോക്ക്.
ഇത് ഇതിന്റെ റീച്ച് കിട്ടുമ്പോ അതെ കൊറേ പേര് ഇങ്ങനെ അതല്ല ഈ സാധനം ഈ വീഡിയോ ചെയ്യാൻ 64 GB റാം അറ്റ്ലീസ്റ്റ് വേണം മിനിമം. അതാര് പറഞ്ഞത് അതൊന്ന് ഗ്രൂപ്പ് ഇട്ടൊരു കമന്റിന്റെ അല്ല എങ്ങനെയാടാ 64 GB റാം വേണ്ട ആവശ്യത്തിന് പറഞ്ഞ കേക്കട്ടെ. ഇത് മറ്റേ സീഡറോ എന്തോ സീഡർ പറഞ്ഞോടാ. എടാ പോടാ ഇവനിങ്ങനെ കുറെ പേരുകളുണ്ട് പെട്ടെന്ന് പറയാൻ വേണ്ടി. ഒരു വിവരവും ഇല്ലാത്തടത്തന്നെ ഒരു വിവരമില്ല ഒന്നിനെ കുറിച്ച്.